ഹായ് ഗായ്സ്, എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റ് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടു കാണുമല്ലോ. നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാം എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, കറക്റ്റ് സ്ട്രാറ്റജി എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഗ്രൂപ്പ് ഡി എക്സാം പാറ്റേൺ എങ്ങനെയാണോ എന്ന് നോക്കാം. ഇതാണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. മാത്സ് 25, റീസണിങ് 30, സയൻസ് 25, ജി ആൻഡ് കറണ്ട് അഫയേഴ്സ് 20. അങ്ങനെ ടോട്ടൽ 100 മാർക്സിനാണ് നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാം നടത്തുന്നത്. അതേപോലെ തന്നെ എല്ലാ ശരി ഉത്തരത്തിനും 1 മാർക്കും തെറ്റുത്തരത്തിന് 0.33 മാർക്ക് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആയിരിക്കും. അതായത് ടോട്ടൽ 1.5 മണിക്കൂറായിരിക്കും നമുക്കുള്ളത്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഡിക്കുള്ള കറക്റ്റ് എക്സാം സിലബസ് എന്താണെന്ന് നോക്കാം. അതിൽ നിന്നും ഹോട്ട് ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്ത് ഒരു 80-85+ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മാത്സിൻ്റെ സിലബസ് നോക്കാം. മാത്സിൽ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പം ഇതിൽ എല്ലാ പോർഷൻസും നമുക്ക് മാക്സിമം ടൈം ഉണ്ടെങ്കിൽ നമ്മൾ കവർ ചെയ്തിരിക്കണം. പക്ഷേ ഹോട്ട് ടോപ്പിക്സ് എന്നും പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്ത് കുറച്ച് പോർഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. മാത്സിൻ്റെ ഹോട്ട് ടോപ്പിക്സ് ഇത്രയാണ്: പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്പർ സിസ്റ്റം, ടൈം ആൻഡ് വർക്ക്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഏജസ്. ഇത്രയും പോർഷൻസ് ഷുവറായിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതായത് PYQ ചെക്ക് ചെയ്യുമ്പം ഇത് കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ഇത്രയും പോർഷൻസിൽ നിന്നാണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് പോകരുത്. ഇനി നമുക്ക് റീസണിങ്ങിൻ്റെ സിലബസും അതിലെ ഹോട്ട് ടോപ്പിക്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് റീസണിങ്ങിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസിനകത്തു നിന്നും മസ്റ്റായിട്ടും ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാവുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റീസണിങ്ങിൽ നിങ്ങൾ മെയിനായിട്ടും അനലോഗി, ആൽഫ ന്യൂമറിക് സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, സിലോജിസം, ഡയറക്ഷൻ സെൻസ്, ബ്ലഡ് റിലേഷൻ, പസിൽ, ഇത്രയും എന്തായാലും പഠിച്ചിരിക്കണം. കമ്പൽസറി ആയിട്ടും നിങ്ങളിത് പഠിക്കാതെ പോകരുത്. ഈ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് ഒരു 10th ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലും ലോജിക്കൽ രീതിയിലുള്ള കട്ടിയായിട്ടുള്ള റീസണിങ് ഒന്നും ചോദിക്കത്തില്ല. ഇതേപോലെ ആൽഫ ന്യൂമറിക്ക്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ സെൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും മിസ്സാക്കിയിട്ട് നിങ്ങൾ പോകരുത് പഠിക്കാതെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ജനറൽ സയൻസിൻ്റെ ടോപ്പിക്സ് ആണ്. ജനറൽ സയൻസ് എന്ന് പറയുമ്പം 10th ലെവൽ NCERT ബേസ്ഡ് ആയിരിക്കും മെയിനായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജനറൽ സയൻസിൽ നമ്മൾ 3ആയിട്ടാണ് സബ്ജക്റ്റുകളുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്. ലൈഫ് സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോളജിയാണ്. അപ്പം നമുക്ക് ഫിസിക്സിൻ്റെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇത്രയും ടോപ്പിക്സ് ആണ് ഫിസിക്സിൽ വരുന്നത്. ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഹോട്ട് ടോപ്പിക്സ്, അതായത് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്, അതായത് ഓരോ സംഭവങ്ങളുടെയും യൂണിറ്റ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ മെഷർമെൻറ്റ്സ്, പിന്നെ മോഷൻ ആൻഡ് റെസ്റ്റ്, അതായത് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് മോഷനെ പറ്റിയിട്ട്, അത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. പിന്നുള്ളത് വർക്ക്, എനർജി ആൻഡ് പവറാണ്. പിന്നെ വരുന്ന ടോപ്പിക്ക് ഹീറ്റാണ്. അതേപോലെ തന്നെ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്പേർഷൻ, റിഫ്ലക്ഷൻ ഒക്കെ വരുന്ന ടോപ്പിക്കില്ലേ അത്. പിന്നെ സൗണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം. പിന്നെ വരുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഡിസ്കവറീസ്, അതായത് ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സുകളുണ്ട് ഫിസിക്സിൽ യൂസ് ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ അത് ഇൻവെൻറ്റ് ചെയ്ത ആരൊക്കെയാണെന്നുള്ളതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ ഇത് മാത്രം പഠിക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ കൂടുതലും സ്ട്രെസ് ചെയ്ത് ഇത് പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കെമിസ്ട്രിയുടെ സിലബസ് നോക്കാം. കെമിസ്ട്രിയുടെ സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇത്രയും ടോപ്പിക്സുകളാണ്. ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒക്കെ ഉണ്ടല്ലോ, അതാണ്. പിന്നെ കെമിക്കൽ റിയാക്ഷൻസ്, ആസിഡ്സ്, ബേസ് ആൻഡ് സാൾട്ട്, പീരിയോഡിക് ടേബിൾ, അത് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, മെറ്റലർജി, അലോയ്സ്, കാർബണും അതിൻ്റെ കോമ്പൗണ്ടുകളും. പിന്നെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, അതായത് നമ്മൾ ഡിറ്റർജൻറ്റ്, സോപ്പൊക്കെ ഉപയോഗിക്കത്തില്ലേ, ആ സംഭവങ്ങളാണ് അതിൽ നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ വരുന്നത് കെമിസ്ട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ്, അതുപോലെ തന്നെ കെമിക്കൽ നെയിംസുകൾ. ഇത്രയും പോർഷൻസ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ബയോളജി ടോപ്പിക്സ് നോക്കാം. ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പിക്സുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ഇത്രയും പോർഷൻസിൽ നിന്നാണ്.
അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽസ് ആൻഡ് ടിഷ്യൂസ്, അതായത് ആനിമൽ സെല്ലും ഉണ്ട് പ്ലാന്റ് സെല്ലും ഉണ്ട്, അതേപോലെ തന്നെ ടിഷ്യൂസും ആനിമൽ ടിഷ്യൂസും പ്ലാന്റ് ടിഷ്യൂസും. പിന്നെ ഹോർമോൺസ്, അതേപോലെ തന്നെ ഓരോരോ ഡിസീസുകളുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ട്രോപ്പിസം, ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. പിന്നെ എക്കോളജി, ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ അതായത് നമ്മുടെ കുറേ സിസ്റ്റംസ് ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ കുറേ സിസ്റ്റംസ് ഉണ്ട്, അതെല്ലാം കൃത്യമായി പഠിച്ചിരിക്കണം. പിന്നെ ഹ്യൂമൻ ബ്ലഡ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഇത്രയും ടോപ്പിക്സാണ് നിങ്ങൾ കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ജനറൽ സയൻസിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 25 മാർക്സ് നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് കവർ ചെയ്താൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ജനറൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാത്സ് പോലെ അല്ലെങ്കിൽ റീസണിങ് പോലെ നമ്മൾ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ചെയ്ത് ഉത്തരം കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. നമ്മൾ കൃത്യമായിട്ടത് പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ 25 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിൽ തന്നെ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അതുകൂടാതെ സ്റ്റാറ്റിക് GK, പിന്നെ കറണ്ട് അഫയേഴ്സ്. ഇത്രയും സിലബസാണ് ഈ ഒരു ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റുകളെയും പറ്റിയിട്ടും പറയാം. ആദ്യം തന്നെ ഹിസ്റ്ററി എടുക്കാം. ഹിസ്റ്ററി എടുക്കുമ്പം ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കണം. രണ്ടാമത് വരുന്നത് ജോഗ്രഫിയാണ്. ഇതിൽ വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കണം. വേൾഡ് ജോഗ്രഫിയിലെ ടോപ്പിക്സ് വരുന്നത് ഇത്രയുമാണ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ടത് സോളാർ സിസ്റ്റം, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, അതേപോലെ തന്നെ സീസൺസ്, പിന്നെ അറ്റ്മോസ്ഫിയർ, റോക്സ്, ഇത്രയാണ് നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ നോക്കേണ്ടത്. ഇനി നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന സിലബസുകളും അതിൻ്റെ ഹോട്ട് ടോപ്പിക്സും നോക്കാം. ഇന്ത്യൻ ജോഗ്രഫിയിലോട്ട് വരുമ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം നമ്മൾ വൃത്തിയായിട്ട് നോക്കണം. പിന്നെ ഹിമാലയാസ്, അതേപോലെ തന്നെ റിവേഴ്സ് എപ്പോഴും ചോദിച്ചു വരുന്നൊരു ഏരിയയാണത്, അതെന്തായാലും നിങ്ങൾ പഠിക്കാതെ പോകരുത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ക്രോപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഇന്ത്യയിലെ സോയിലുകളെക്കുറിച്ചും കൂടുതലും സോയിലുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്, അപ്പം അതും നിങ്ങൾ ഊന്നി പഠിക്കുക. അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്, അതായത് GDP, GNB, GST പോലുള്ള ടോപ്പിക്സുകൾ, പിന്നെ ബാങ്കിങ് സെക്ടേഴ്സ്, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. ഇതിൽ മെയിനായിട്ടും ഇത്രയും ടോപ്പിക്സുകളാണ് വരുന്നത്. ഇതിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അമെൻമെൻറ്റ്സുകൾ, പ്രിയാമ്പിൾസ്, ജുഡീഷ്യറി, നമ്മുടെ സുപ്രീം കോർട്ടിനെ പറ്റിയിട്ടുള്ളത്, ഇതൊക്കെയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ജോഗ്രഫി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റാറ്റിക് GKനെ പറ്റിയിട്ട് നോക്കാം. സ്റ്റാറ്റിക് GK ഫുള്ളായിട്ടും കവർ ചെയ്യുന്നത് ഇത്രയും ടോപ്പിക്സുകളാണ്. ഇതിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇന്ത്യ ഫാക്ട്സുകളെ പറ്റിയിട്ട്, അതേപോലെ തന്നെ നാഷണൽ പാർക്സ് ഒരുപാടുണ്ട്, അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. പിന്നെ ഏതൊക്കെ അവാർഡ്സുകൾ, ഹോണേഴ്സുകൾ, ബുക്സ്, അത് രചിച്ച ആൾക്കാർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്, അതേപോലെ തന്നെ ഈ ഗെയിം ഈവൻറ്റ്സ്, ഒരുപാട് വേറെ അധികം ഈവൻറ്റ്സുകളൊക്കെ നടന്ന വെന്യൂസ്, അത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇന്ത്യയുടെ റെയിൽവേ ഫാക്ട്സുകൾ, റെയിൽവേ എക്സാം ആയതുകൊണ്ട് കൂടുതലും റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പം അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കറണ്ട് അഫയേഴ്സ്. ഇതിനെ പറ്റിയിട്ട് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നും ചോദിക്കാം, എന്തും ചോദിക്കാം. ലാസ്റ്റ് ഒരു 2 ഇയേഴ്സ് വരെയുള്ളത് ചോദിക്കാം, അതായത് ഈ വർഷത്തെ ചോദിക്കാം, എക്സാമിന് തൊട്ട് മുമ്പ് വരെയുള്ള ചോദിക്കാം, കഴിഞ്ഞ വർഷത്തതും ചോദിക്കാം, അതിന് മുമ്പുള്ള വർഷവും മേ ബി ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 2025 കറണ്ട് അഫയേഴ്സിനാണ്. അത് കഴിഞ്ഞ് 2026 നോക്കണം. അതായത് അപ് ടു നമ്മുടെ എക്സാം നടക്കുന്നതിന് ഒരു 1 മന്ത് മുമ്പ് വരെയുള്ളതെങ്കിലും കൃത്യമായി പഠിച്ചിരിക്കുക. പിന്നെ ഇപ്പോൾ പുതിയ റെയിൽവേ എക്സാമുകളുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് വെയിറ്റേജ് 20 മാർക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ സ്റ്റാറ്റിക്കിൽ നിന്നോ അല്ലെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സിൽ നിന്നോ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. കൂടുതലും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സിൽ തന്നെ അതായത് ഇപ്പം നടന്ന സെൻട്രൽ അപ്പോയിൻമെൻറ്റ്സുകൾ, സെൻട്രൽ ഗവൺമെൻറ് സ്കീംസുകൾ, ഓരോരോ ഗെയിം ഇവൻറ്റ്സുകൾ, അതെവിടെ വെച്ചാണ് നടന്നത്, അതിൻ്റെ വെന്യൂസുകൾ, ഓരോ സ്പോർട്സ് ഇവൻറ്റ്സ്, അതേപോലെ തന്നെ ഏതൊക്കെ സബ്മിറ്റുകൾ നടന്നിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിരിക്കണം.
പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതെ അങ്ങ് അത് പഠിച്ച് വിടരുത്. നിങ്ങൾ മാക്സിമം അത് റിവൈസ് ചെയ്യാനും ശ്രമിക്കണം. ടോപ്പിക്സ് എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. പഠിക്കേണ്ടത് ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഈ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് ഏകദേശം നടക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ജൂലൈ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും മേ ബി നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 70-75 ദിവസമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. സമയമില്ലാന്നും പറഞ്ഞിട്ട് ആരും ഇനി ഇരിക്കരുത്. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് മോട്ടിവേഷനായി കുറച്ചൊക്കെ ടോപ്പിക്സും സിലബസും ഒക്കെ അത്യാവശ്യം അറിഞ്ഞു എന്നൊക്കെ ഉള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. പിന്നെന്താ, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ പാളിച്ചകളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളൊന്ന് ക്ഷമിക്കുക. പോകെ നമുക്ക് പതിയെ ശരിയാക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, അതുപോലെ തന്നെ പഠിക്കാൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ സപ്പോർട്ട് വീണ്ടും തുടരുക. അപ്പോൾ ശരി, നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.